ആദാബ്. പ്രേംചന്ദിന്റെ ബഡേ ഘർ കി ബേട്ടി എന്നുള്ള അഫ്സാനയാണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഇതുവരെയുള്ള കഥാപാത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഭൂപ് സിംഗ്. ഭൂപ് സിംഗിന്റെ മകളായിട്ടുള്ള ആനന്ദി, ഇവളാണ് ഒരു മുഖ്യ മർക്കസി കിർദാർ എന്ന് പറയാം. അതുപോലെ തന്നെ ബീനി പ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനായിട്ട് രണ്ടുപേരാണുള്ളത്. ഒന്ന് ശ്രീകണ്ഠനും അതുപോലെ തന്നെ ചെറിയ ആള് ലാൽ ബഹാരി സിംഗ്. ഇങ്ങനെയുള്ള ഈ 3 പേരാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അപ്പൊ ഇതില് ഇപ്പോ ആനന്ദിയുടെ കല്യാണം ശ്രീകണ്ഠനുമായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവള് പുതിയ വീട്ടിലെത്തി. ആ പുതിയ വീട്ടിലെ വളരെ സാമ്പത്തികമായിട്ട് മറ്റുമൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ശ്രീകണ്ഠന്റെ വീട്. പക്ഷെ ആനന്ദി വന്നത് വലിയ ഒരു ഫാമിലിയിൽ നിന്നാണ്. എല്ലാവരും സുഖ സൗകര്യങ്ങളും മറ്റും ഒക്കെയുള്ള കുടുംബമായിരുന്നു. പക്ഷെ ഇവിടെ ഈ കുടുംബമായിട്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു ജീവിക്കാൻ തുടങ്ങി. ആ ഇടയ്ക്ക് ഒരു ദിവസം ലാൽ ബഹാരി അദ്ദേഹം എന്ത് ചെയ്തു, 2 കോഴിയെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, ഇവരുടെ അങ്ങനെ മുത്തശ്ശിയോട് പാചകം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവള് പാചകം ചെയ്യുമ്പോൾ അതിൽ എണ്ണ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അവള് ഈ എണ്ണ മുഴുവൻ എടുത്തിട്ട് എന്ത് ചെയ്തു, ആ മാംസം പാചകം ചെയ്തു. അപ്പോ അത് കറിയിൽ എന്തില്ല, കറി വറവിട്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ലാൽ ബഹാരിക്ക് ദേഷ്യം വന്നു. ആ ഒരു പ്രശ്നത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു. ഇവരെന്ന് പറഞ്ഞു, എന്ത്, നമ്മളുടെ വീട്ടില് എന്താണ് ഈ കൊഹാറ് അതുപോലെ നായി ഇങ്ങനെയുള്ള ഇവര് പോലും ഇങ്ങനെയുള്ള താഴേക്കിടയിലുള്ള ആളുകൾ പോലും എന്ത് ചെയ്യാറുണ്ട്, ഇത്രയൊക്കെ വെണ്ണം ഒരു ദിവസം ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്ന് വെച്ചാൽ ലാൽ ബഹാരിക്കും തീരെ പിടിച്ചില്ല. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആയി. അവർ കൂടി ആനന്ദി ഭക്ഷണമൊന്നും കഴിക്കാതെ അവൾ എന്ത് ചെയ്തു, വീട്ടിൽ അങ്ങനെ റൂമിലൊക്കെ തനിച്ച് പോയി നിൽക്കാൻ തുടങ്ങി. ശ്രീകണ്ഠൻ വന്നാൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം എന്നുള്ള രൂപത്തിൽ. അങ്ങനെ അവിടെ ശ്രീകണ്ഠൻ എല്ലാ ശനിയാഴ്ചയുമാണ് വരാറുള്ളത്. 2 ദിവസം സംഭവം നടന്നത് വെള്ളിയാഴ്ച രാവാണ്. ഇപ്പൊ 2 ദിവസം ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ശനിയാഴ്ച രാത്രി വൈകുന്നേരം ശ്രീകണ്ഠൻ വന്നു. അപ്പൊ അതിനുശേഷം പിന്നെ അവിടെ അവർ കൂടി കാര്യങ്ങൾ പലതൊക്കെ പറയാനൊക്കെ തുടങ്ങി. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു, അപ്പോ അവിടെ അച്ഛനും ഇവരൊക്കെ തമ്മിൽ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാൽ ബഹാരി ശ്രീകണ്ഠനോട് പറഞ്ഞു, പെരക്കാരെത്തിയെ വീട്ടുകാരിയെ എന്ത് ചെയ്യണം, വേണ്ട നിലയിൽ വെക്കണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ടതില് എന്ന് വെച്ചാല് എല്ലാം കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ ശ്രീകണ്ഠൻ എന്ത് ചെയ്തു, അവരുടെ റൂമിലേക്ക് പോയി. അപ്പൊ അവിടുന്ന് ആനന്ദി തിരിച്ചു ചോദിച്ചു, അല്ല മിസാജ് തോ അച്ഛാ ഹേ, എന്താ സുഖം തന്നെ അല്ലേ, എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ശ്രീകണ്ഠൻ മറുപടി പറഞ്ഞു, ബഹുത് അച്ഛാ ഹേ, ആജ്കൽ തുമ്നെ ഘർ മേ ക്യാ തൂഫാൻ മച്ചാ രഖാ ഹേ, നീ എന്താണ് ഈ വീട്ടിലൊക്കെ ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ആനന്ദിക്ക് തേവറോ പർ ബൽ പടുകെ, ആനന്ദിക്കൊക്കെ നെറ്റിയൊക്കെ ചുളിയാൻ തുടങ്ങി. ഓർ ജുൻജുരാഹട്ടെ മാരെ, അളവ് ദേഷ്യം പിടിച്ചിട്ട് അവൾ നീങ്ങണേ. ബദൻ മേ പസീന ആകിയ ഓർ ബോലി, അവളുടെ ശരീരത്തിലൊക്കെ എന്ത് ചെയ്തു, പസീന എന്ന് വെച്ചാൽ വിയർപ്പ് ഒക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് അവൾ പറയാൻ തുടങ്ങി, വിയർക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. ജിസ്നെ തുംസെ യേ ആഗ് ലഗായി ഹേ ഉസേ പാഊ തോ മുഹ് ജുലസ് ദോ, നിന്നോട് ഈ കത്തിച്ചു വിട്ട ആളുണ്ടല്ലോ, അവനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവന്റെ മുഖം ജുലസ് ദോ എന്ന് വെച്ചാൽ ഞാൻ കരിച്ചു കളയെന്ന് പറയാൻ അത്രയും ദേഷ്യമുണ്ട്. ശ്രീകണ്ഠൻ ഇത് കേട്ട് പറയാണ്, ഈസ് ഖദർ തേസ് ക്യൂ ഹോതി ഹോ, കുച്ച് ബാത് തോ കഹോ, എന്താണ് ഇത്രയും നിനക്ക് ദേഷ്യം വരാൻ കാര്യം, കുച്ച് ബാത് തോ കഹോ, ഇനി ഒന്ന് കാര്യം പറ, എന്താ വിഷയം സംഭവിച്ചെന്ന് പറ. അപ്പൊ ആനന്ദി പറയാണ്, ആനന്ദി ക്യാ കഹോ കിസ്മത് കി ഹൂബി ഹെ, ഞാൻ എന്ത് പറയാനാ, എന്റെ ഭാഗ്യം എന്ന് വിചാരിക്കേണ്ടത്. വർണ്ണ ഏ ഗവാർ ലോണ്ട ജിസെ ചപരാസ്ഗിരി കർനെ കി ഭി തമീസ് നഹി, മുझे गडाओ से मारकर यूं न अकड़ता फिरता. वरना एक गवार लड़का, एक अनपढ़ लड़का, एक जाहिल लड़का लौंडा, ജിസെ ചപരാസിഗിരി करने की भी तमीज नहीं है, അവൻ എന്താണ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോലും അറിയില്ല, അങ്ങനത്തെ ഒരു അറ്റൻഡർ പണി പോലും അറിയില്ല, അങ്ങനെയുള്ള ഒരുത്തൻ, അതിനെ പോലുള്ള വിവേകമില്ലാത്ത ഒരുത്തൻ. മുझे ഖടാവ് സേ മാർക്കർ, ഞാൻ തന്നെ കൊട എടുത്തുകൊണ്ട് എറിഞ്ഞിട്ടുണ്ടാണ്, യൂം ആക്കെടുത്ത ഇങ്ങനെയൊക്കെ ഈ ഒരു ശല്യം ചെയ്യുന്നു. മോട്ടിയാൻ സുവാലെത്തി,
ഞാൻ എന്ത് ചെയ്യും? ആ ഇത് അവനെന്ത് ചെയ്യണേ? ബോട്ടി തന്നെ ചോരത്തി അവൻ തന്നെ എന്താ ഈ ബോട്ടി ഇൻസൈഡ് നടത്താണ്. അപ്പൊ ഈ ഒരു ആകെ ശരിയൊക്കെ എന്ത് ചെയ്യണം? ആകെ ഈ രൂപത്തിൽ അക്രമം ഒക്കെ ചെയ്യുന്ന ഒരാള്. ഇസ്പർത്തും പൂസ്തേഹോ ഇങ്ങനെയൊക്കെ അക്രമിയായിട്ടുള്ള അവൻ എന്നിട്ട് എന്ത് ചെയ്യാണ്? തും പൂസ്തേഹോ ഘർ മേ ക്യാ തൂഫാൻ മച്ചാ രഖാ ഹൈ. ഇതൊക്കെ ആയിട്ട് നീ എന്നോട് ചോദിക്കണം ഇങ്ങനെ, ഘർ മേ ക്യോ തൂഫാൻ മച്ചാ രഖാ ഹൈ, നീ എന്ത് എന്താണ് തൂഫാനാണ്, കൊടുങ്കാറ്റാണ് നീ ഇവിടെ വിതച്ചു വെച്ചത് എന്ന് എന്നോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ശ്രീകണ്ഠൻ ആഖിർ കുച്ച് തോ കൈഫിയത്ത് ബയാൻ കരോ, മുझे तो कुछ मालूम ही नहीं, എനിക്കൊന്നും അറിയില്ലല്ലോ, തും ബതാओ क्या हुआ. ആനന്ദി परसों तुम्हारे लाडले भाई ने मुझे गोश्त पकाने को कहा. മിനിയാന്നേ പർസോം എന്താണ് തുമാരെ ലാഡ്ലെ ഭായിനെ, എന്റെ പ്രിയപ്പെട്ട പുന്നാര സഹോദരൻ എന്ത് ചെയ്തു? മുझे गोश्त पकाने को कहा, മാംസം കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ഘീ പാവ് ഭർ സെ കുച്ച് ജ്യാദാ നഹീ, ഘീ എന്നാൽ ആകെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. മേനെ സബ് ഗോഷ്ത് മേ ഡാൽ ദിയ, ഞാൻ അത് എടുത്തിട്ട് എന്ത് ചെയ്തു? മാംസം പാചകം ചെയ്യുന്നതിൽ ഒഴിച്ചു. ജബ് ഖാനെ ബൈഠാ തോ കഹ്നെ ലഗാ ദാൽ മേ ഘീ ക്യോ നഹീ. അപ്പൊ അങ്ങനെ കഴിക്കാനിരുന്നപ്പോൾ ചോദിക്കാണ് ദാൽ മേ ഘീ ക്യോ നഹീ, എന്താണ് പരിപ്പിൽ എണ്ണ ഒഴിക്കാതിരുന്നത് എന്ന്. ബസ് ഇസി പർ മേരെ മേക്കെ കോ ബുരാ ഭല കഹ്നെ ലഗാ, ഇതിനു വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? എന്റെ വീട്ടുകാരെ ബുരാ ഭല കഹ്നെ ലഗാ, ചീത്ത പറയാൻ തുടങ്ങി. മുझसे ബർദാശ്ത് നഹീ ഹോ സകാ, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ബോലി ഞാൻ പറഞ്ഞു കെ വഹാ ഇത്നാ ഘീ നായി കുഹാർ ഖാ ജാത്തെ ഹെ, ഞാൻ പറഞ്ഞു നിന്റെ നാട്ടിൽ നിന്റെ വീട്ടിൽ അവിടെ എന്താണ് ഇങ്ങനെ അവസ്ഥ, എന്ത് നായി കുഹാർ എന്ന് വെച്ചാല് നായി എന്നുള്ള വരും, അവൻ കുഹാർ. അപ്പൊ ഇങ്ങനെ താഴ്ന്ന ജാതിക്കാർ വരെ എന്ത് ചെയ്യാറുണ്ട്? ഇത്രയൊക്കെ എണ്ണ ദിവസം ഉപയോഗിക്കാറുണ്ട്, അവരൊക്കെ എത്ര ഉപയോഗിക്കാറുണ്ടെന്ന് പറയാം. കിസിക്കോ ഖബർ ബി നഹീ ഹോത്തി ഓർ കിസിക്കോ ഖബർ ബി നഹീ ഹോത്തി. അപ്പൊ ഞാൻ ഈ ഒരു പറഞ്ഞത് അവർക്ക് രസിച്ചില്ല, അതുകൊണ്ടാണ് അവർ ഈ ഒരു വിഷയം ഒക്കെ ഉണ്ടായത് എന്ന്. ബസ് ഇത്നി സി ബാത് പർ ഇസ് സാലിം നെ മുझे ഘടാओ പേങ്ക് മാരി, ഈ ഒരു കാര്യം പറഞ്ഞതിനാണ് ഉസ് സാലിമിനെ, അക്രമി ഇങ്ങനെ എന്നോട് ചെയ്തത്. ഘടാओ പേങ്ക് മാരി, അവനെ കൊടെടുത്തുകൊണ്ട് എന്റെ മേലേക്ക് എറിഞ്ഞത് എന്ന്. അഗർ ഹാത്ത് സേ നെ രോക്തി തോ സർ പട് ജാത്ത, ഞാൻ കൈകൊണ്ട് തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മേരാ സർ പട് ജാത്ത, എന്റെ തല പൊട്ടിയിരുന്നു. उससे पूछो कि मैंने जो कुछ कहा है सच है या झूठ, ഞാൻ പറഞ്ഞ സത്യല്ലേ കളവാണോ എന്ന് അവരോട് ചോദിച്ചു നോക്ക്. ശ്രീകണ്ഠക്ക് ആംഖേൻ ലാൽ ഹോഗി, ഇത് പറഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? ശ്രീകണ്ഠന്റെ ആംഖേൻ കണ്ണുകളൊക്കെ എന്ത് ചെയ്തു? ലാൽ ഹോഗി, ആകെ ചുവന്നു. यहाँ तक नौबत पहुंची कि ये लौंडा പോലെ എന്നിട്ട് പറയണത് യഹാ തക് നൗബത്ത് പहुंच गई, ഈ ഒരു കോലത്തിലേക്ക് എത്തിയോ ഈ ലോണ്ട എന്ന് വെച്ചാല് ഈ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് ഈ ലോണ്ട ഈ പാകൽ तो बड़ा शरीर निकला, വലിയ അക്രമിയും കൂടി ആയി മാറിയോ, ഓരോന്നും കൂടി ശല്യം ചെയ്യുന്നതും കൂടി ആയി മാറിയോ എന്ന്. ആനന്ദി രോനയിലേക്ക്, ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? ആനന്ദി രോനയിലേക്ക് കരയാൻ തുടങ്ങി. ജയ്സെ ഓരോ കായിക ഹെ, എന്ന് വെച്ചാൽ പൊതുവെ സ്ത്രീകളുടെ സ്വഭാവമാണ്. ക്യോങ്കി ആസു ഉനിക്ക് പൽക്കവും പറയത്താഹെ, അവർ വേണ്ടപ്പോ എന്ത് ചെയ്യും? അവർക്ക് കണ്ണീര് ഒഴുക്കാൻ പറ്റും. എനിക്ക് പൽക്കവും പറഞ്ഞു വെച്ചാൽ അവരുടെ പുരികത്തിന് ഒഴിക്കാന്ന് വെച്ചാല് അത്ര എളുപ്പം അവർക്ക് കണ്ണുനീര് ഒഴിക്കാൻ പറ്റും എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രേംചന്ദ് പറഞ്ഞതാണ്. और के आंसू मर्द के गुस्से पर रोगन का काम करते हैं. സ്ത്രീകളുടെ ഈ ഒരു ആംസു കണ്ണുനീര് അതെന്ത് ചെയ്യും? മർദ് കെ ഗുസ്സെ പർ, പുരുഷന്റെ എന്ന് വെച്ചാൽ ആ ദേഷ്യത്തിന് എന്ത് ചെയ്യും? റോഹൻ കാ കാം കർത്തെ ഹെ, അത് എരിനീര് എണ്ണ ഒഴിക്കുക എന്ന് പറയല്ലോ, ആ രൂപത്തിലേക്ക് അത്രയും എണ്ണ ഒഴിക്കുന്ന സ്വഭാവം കാണിക്കും. അത്രയും എന്ത് ചെയ്യും? ദേഷ്യം കൂട്ടാൻ ഇത് തന്നെ ധാരാളം. ശ്രീകണ്ഠके मिजाज में तहम्मुल बहुत, പക്ഷെ ശ്രീകണ്ഠൻ എന്ന് വെച്ചാൽ അദ്ദേഹം उनके मिजाज में അദ്ദേഹത്തിന്റെ നേച്ചർ എന്തായിരുന്നു? ഇവിടെ തഹമ്മുൽ കഥ സബ്റോ തഹമ്മുൽ കർനെ വാല, അദ്ദേഹം വളരെ ക്ഷണിക്കുന്ന ഒരാളായിരുന്നു. ഉനെ ഷായദ് കബി ഗുസ്സ ആയാ ഹി ന ഥാ, ഒരുപക്ഷെ അവന് ഒരു ദേഷ്യം തന്നെ വന്നിട്ടില്ല ഇതുവരെയുള്ള കാലത്ത്, ഇത്രയും കാലം. മഗർ ആനന്ദിക്ക് ആസുവനെ, പക്ഷെ ആനന്ദിയുടെ കണ്ണുനീരുണ്ടല്ലോ, ആജ് സഹരേലി ഷറാബ് കാ കാം കിയ, ഇന്ന് അത് വിഷലിപ്തമായ കള്ളിനെ പോലെ അത്രയും ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി. രാത് ഭർ കറവട്ടയും ബദൽത്തെ രഹേ, രാത്രി ഒന്നും ഉറങ്ങാൻ തന്നെ പറ്റിയില്ല. കറവട്ടയും ബദൽത്തെ രഹേ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു കിടന്നു. അങ്ങനെ നേരം പുലർന്നു.
सवेरे होते ही अपने बाप के पास जाकर बोले, നേരം പുലർന്നപ്പോൾ അവൻ വന്ന് അച്ഛനോട് പറഞ്ഞത്, ദാദാ अब मेरा निबाह इस घर में नहीं होगा, എന്നെ കൊണ്ട് ഇനി ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്ന് അവൻ പറഞ്ഞു. जब उनका कोई दोस्त उनसे ऐसी बात कहता तो वो मुस्लिका उड़ाते और कहते तुम बीवियों के गुलाम हो. ഇനി ഈ ഒരു സംഭവം മറ്റേതെങ്കിലും വീട്ടിലാണ് സംഭവിച്ചത്, അങ്ങനെ എന്ത് ചെയ്യണം, അവര് ഇവന്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യണേ, ഇവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആരോട്, നമ്മുടെ ശ്രീകണ്ഠനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അന്നേരം ശ്രീകണ്ഠൻ പറയാറെന്താണ്, जब उनका कोई दोस्त उनसे ऐसी बातें कहता है, ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുന്നുണ്ടെങ്കിൽ, वो मुज़हिका उड़ाते, അവൻ കളിയാക്കിയിട്ട് അവൻ പറയുന്നത്, കഹത്തെ പറയും, തമാശ പറയുന്നത്, തും ബീവിയോ കെ ഗുലാം ഹോ, നീ സ്ത്രീകളുടെ എന്നുവെച്ചാൽ കുട്ടിയന്മാരെ അടിമകളായി പോയോ എന്ന്. ഉനെ കാബൂമേ രഖ്നെ ബജായെ, അവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് പകരം ഖുദ് ഉൻകെ കാബൂമേ ഹോ ജാതെ ഹോ, നീ അവരുടെ നിയന്ത്രണത്തിലായി പോയോ എന്ന്. മഗർ हिंदू मुश्तरिका खानदान का एक पुरजोश वकील आज अपने आप से कह रहा है, ഇന്ന് ഇത്രയും ഈ ഒരു ഹിന്ദു മുഷ്തരിക്ക, ഈ ഒരു ഹിന്ദു ജോയിന്റ് ഫാമിലിയുടെ ഇത്രയും വലിയ പുർജോഷ് വക്കീൽ, അതിന്റെ അത്രയും വലിയ സപ്പോർട്ട് ഇന്ന് എന്ത് ചെയ്യാണ്, ആജ് अपने बाप से कह रहा था, ഇന്ന് തന്റെ അച്ഛനോട് പറയുന്നത്, ദാദാ अब मेरा निबाह इस घर में नहीं होगा, ഇനി മുതൽ എന്താ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ, निशाद ഇതിനർത്ഥം എന്താണ്, नासिह की ज़बान उसी वक्त तक चलती है जब तक वो इश्क के करिश्मों से बेखबर रहता है. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രയോഗം ചെയ്താണ് ഇവിടെ, എന്താ, നാസിഹ് കി സബാൻ, ഉപദേശിയുടെ, ഗുണദോഷിയുടെ ആ നാക്ക്, ഉസി വക്ത് ചൽത്തി ഹെ, അത്ര മാത്രമേ ചലിക്കൂ, എന്ന് വെച്ചാൽ ഗുണദോഷിക്ക് ഗുണദോഷിക്കാൻ അവനെന്ത് ചെയ്യല, അത്ര മാത്രമേ അവൻ ഉദ്ദേശിക്കാൻ കഴിയില്ല, അത്ര മാത്രം. जब तक वो इश्क के करिश्मों से बेखबर रहता है, അവന് പ്രണയാഗ്നിയിൽപ്പെട്ട് അകപ്പെടാതെ പോകുന്നത് വരെ മാത്രം, എന്ന് വെച്ചാൽ പ്രണയത്തിന്റെ ആ ഒരു കരിഷ്മ, മായാചാരത്തിൽ അകപ്പെടുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവനെ ഉപദേശിക്കാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം. എന്ന് വെച്ചാല് ഈ ഗുണദോഷിയും എന്ത് ചെയ്യും, ഇത്രയും വലിയ ഉപദേശിയും അവൻ ഒരു പ്രണയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെയും കാര്യം എന്താണ്, ഇതേ അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് പോലെ ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മളുടെ ശ്രീകണ്ഠന്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചപ്പോ, ശ്രീകണ്ഠൻ എന്ത് ചെയ്തു, പിന്നെ ഉത്തരം മുട്ടി അവനും എന്ത് പറയാൻ തുടങ്ങി, അബീസ് ഗർമേ നിബാഹ് നഹീ ഹോ സക്താ, ഇപ്പൊ ഈ വീട് താമസിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളായി മാറി. ആസ്മായിഷ് കെ ബീച്ച് ആക്കർ, आजमाइश के बीच में आकर जब्त और इल्म रुखसत हो जाते हैं. അപ്പൊ ഇങ്ങനെയുള്ള ആസ്മായിഷ്, പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ജബ്ത് ഓർ ഇൽമ, അവന്റെ കൺട്രോളും അതുപോലെ തന്നെ ഇൽമ, വിജ്ഞാനവും ഒക്കെ കരസ്ഥമാക്കിയ കാര്യങ്ങളൊക്കെ റുഖ്സത്ത് ഹോ ജാത്തെ ഹെ, അതൊക്കെ എന്ത് ചെയ്യും, അവിവേകമായി പ്രവർത്തിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അത് അവനിൽ നിന്ന് വിട്ടുതിരിയുന്ന അർത്ഥം എന്താണ്, പിന്നെ അവന് ഇതൊന്നും വർക്ക് ചെയ്യില്ല എന്നർത്ഥം. ബീനി മാധവ് സിംഗ് ഗബ്രാക്കർ ഉഠ് ബൈഠെ ഓർ ബോലെ, അപ്പൊ ഇത് കേട്ടപ്പോ എന്ത് ചെയ്തു, ബീനി മാധവ് സിംഗിന് ഭയങ്കര ഡർ ഹോനെ ലഗെ ഓർ ഗബ്രാനെ ലഗെ ഓർ ഉഠ് ബൈഠനെ ലഗെ ഓർ ബോലെ കഹനെ ലഗെ. ക്യൂ, എന്ത് പറ്റി, ശ്രീകണ്ഠൻ, इसलिए कि मुझे भी अपनी इज्जत का थोड़ा बहुत ख्याल है, എനിക്കും വേണ്ടത് അഭിമാനത്തോടു കൂടി ജീവിക്കുക എന്ന്. थोड़ा बहुत ख्याल है, आपके घर में अब हट धर्मी का बर्ताव होता है. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ എന്താണ്, ഹട്ട് ധർമ്മി, നിങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിക്കുക എന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. जिनको बड़ों का अदब होना चाहिए वो उनके सर चढ़ते हैं. जिनको बड़ों का अदब होना चाहिए, വലിയ അനുസരിക്കേണ്ട ആദരിക്കേണ്ട ആളുകളുടെ തലയിൽ കയറണം. എന്താണ്, എനിക്ക് സർപ്പർ ചടത്തെ, അവരെന്ത് ചെയ്യാണ്, ആദരിക്കപ്പെടേണ്ട ആളുകളുടെ തലയിൽ നിന്ന് കയറുന്ന സ്വഭാവമാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാല് മുതച്ചിയെ എന്ത് ചെയ്യണം, ഒരു ബഹുമാനം, ഒരു അമ്മയുടെ സ്ഥാനം നിൽക്കുന്ന ആളാണ്, അവരുടെ തലയിൽ നിന്ന് കയറാണ് ഇവൻ ചെയ്യുന്നത്. എന്നെ വിട്ടേക്ക്, ഞാൻ എന്തായാലും എന്ത് ചെയ്തു, ബാക്കിയുള്ളവരുടെ അടിമയായി കഴിയുന്ന ആളാണെന്ന് വെച്ചാൽ എന്താണ്, മറ്റു ഓഫീസിൽ എന്റെ ഹയർ സുപ്പീരിയർ ഓഫീസർമാരുടെയൊക്കെ എന്ത് ചെയ്യേണ്ടി, ചീത്തയും മറ്റൊക്കെ കേൾക്കേണ്ടി വരുന്ന ആളാണ്. പക്ഷെ എന്നാലും ഘർ പർ നഹീ രഹതാ, വീട്ടിലും കൂടി ഇങ്ങനെ സഹിക്കാൻ എന്നോട് കഴിയില്ല. ഓർ യഹാം നേരെ പീछे औरतों पर, ഇനി ഞാൻ ഇവിടുന്ന് പോയാലോ, औरतों पर ഘടാവ് ഓർ ജൂതോं की ബൂച്ചാട് होती है, ഞാൻ ഇവിടുന്ന് പോയാല് എന്ത് ചെയ്യണം, കുടം എടുത്തുകൊണ്ടും അവർ തന്നെ ചെരുപ്പെടുത്തുകൊണ്ടൊക്കെ എറിയാണ്,
ഭാര്യയെ ചെയ്യുന്നത്. കടി ബാത്ത് മുസായിക്ക നഹി കോയി ഏകി ദോ കഹ്ലെ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് എന്താണ് രണ്ടാമതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ഒരു അവസരം ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അവിടെ. എന്നുവെച്ചാല് ഇവിടെ ഒരാളും എന്താണ് ഒന്ന് എടുത്ത് പറയാനോ കാര്യം മനസ്സിലാക്കി കൊടുക്കുവാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ഉള്ള സമയത്താണ്, ആരുമില്ലാത്ത സമയത്താണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയാണ്. യഹാ തക് മേ ജബ്ത് കർ സക്താ ഹൂം. ഇത് ഞാനാണെങ്കിൽ പോട്ടെ, ഞാൻ സഹിക്കാം. പക്ഷെ എന്താണ് मैं जब्त कर सकता हूँ मगर ये नहीं हो सकता कि मेरे ऊपर लात और खोस से पड़े. പക്ഷെ എന്റെ പുറത്ത് കയറി കണ്ട് അല്ലെങ്കിൽ എന്താണ് എന്നെ ഇങ്ങനെ എല്ലാത്ത് മാറണേ, എല്ലാത്തിനെ തട്ടുക എന്നുള്ളത്, കാലുകൊണ്ട് തട്ടാനും എന്താണ് പന്തിട്ട് പോലെ തട്ടി കളിക്കാനും അവർ ഞാൻ പറയല്ലോ. എന്നപോലെ ഓർ ഖോസെ പടേ എന്താണ് ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ എന്താണ് ഹംലാക്കാരനെ ആക്രമിക്കുവാനൊക്കെ ഞാൻ നിന്ന് കൊടുക്കുക. അതിന് തല്ലാനും കൊല്ലാനും നീ നിന്ന് കൊടുക്കുന്ന ആളല്ല. മേ അങ്ങനെ നിൽക്കുക ഞാന് മെതുമ്നമാരും അങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ എന്താണ് എന്റെ വാലോണ്ട് അടിക്കില്ല എന്ന് ഞാൻ പ്രതികരിക്കും. എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, പ്രതികരിക്കേണ്ടി വരും എന്നുള്ള രൂപത്തിൽ പറയാണ് ഇവിടെ ചെയ്യുന്നത്. ബീനി മാധവ് സിംഗ് കുച്ച് ജവാബ് ന ദേ സക്കെ. അപ്പോ ഈ രൂപത്തിലുള്ള മറുപടിയൊക്കെ കേട്ടിട്ട് എന്താണ് ബീനി മാധവ് സിംഗിനൊന്നും പറയാൻ സാധിച്ചില്ല. ശ്രീകണ്ഠ ഹമേഷ ഉൻക അദബ് കർത്തേ. ശ്രീകണ്ഠൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും ബഹുമാനിക്കാറുണ്ടായിരുന്നു അച്ഛനെ. ഉൻകെ ഐസെ തേവർ ദേഖ്കർ ബൂഢ ഠാക്കൂർ ലാജവാബ് ഹോ ഗയ. അവന്റെ ഈ രൂപത്തിലുള്ള സ്വഭാവം കണ്ടിട്ട്, പെരുമാറ്റ രീതിയിൽ നിന്ന് മാറ്റം കണ്ടിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിനൊന്നും മറുപടി പറയാൻ സാധിച്ചില്ല. സിർഫ് ഇതന പോല അയാൾ പറഞ്ഞത്, ബേട്ടാ തും അഖൽമന്ദ് ഹോ, നീ ബുദ്ധിമാനല്ലേ, തും അഖൽമന്ദ് ഹോക്കർ ഐസി ബാത്തേ കർത്തേ ഹേ, എന്നിട്ടും ഈ രൂപത്തിലൊക്കെ നീ പറയുകയോ. ഓരത്തെ ഉസി തരം ഘർ തബാഹ് കർത്തി. സ്ത്രീകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അവരെന്ത് ചെയ്യും വീടൊക്കെ ആകെ തബാഹ് കർണയ്ക്ക് കോശിഷ് കർത്തി രത്തി. എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും ഈ രൂപത്തിലൊക്കെ എന്ന് വെച്ചാല് വീടും കൂടി അവർക്ക് എന്തില്ല, നമ്മുടെ പാരമ്പര്യം കാര്യങ്ങളും ആ രൂപത്തിൽ നിന്നില്ല, ഇതൊക്കെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ വെച്ചാൽ നമ്മളൊന്നും കരുതുമ്പോൾ എന്തില്ല, സ്ത്രീകളൊന്നും വന്നവരൊന്നും കരുതൂല എന്ന് പറയാണ്. ഉൻക മിസാജ് പെടാന അച്ചി ബാത് നഹി ഹെ. അപ്പൊ അവരെങ്ങനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമൊന്നും അല്ല എന്ന് പറയണം. വന്നവരെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വലിയ കാര്യമൊന്നും അല്ല എന്ന് പറയണം. ശ്രീകണ്ഠൻ इतना मैं जानता हूं आपकी दुआ से ऐसा अहमद नहीं हूं. എന്താ പറയുന്നത്, इतना मैं जानता है, എനിക്കറിയാം എന്ത് आपकी दुआ से मैं ऐसा अहमद नहीं हूं. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് എന്താണ് അത്ര വലിയ മണ്ടനൊന്നുമല്ല, പൊട്ടനൊന്നുമല്ല എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ തിരിയുന്നത് തന്നെയാണ് ഞാൻ എന്ന് പറയാണ്. आप खुद जानते हैं कि इस गांव के कई खानदानों को मैंने अलहदगी की आफतों से बचा दिया है. നിങ്ങൾക്കറിയാലോ ഈ ഗ്രാമത്തിൽ എന്താണ് പല വീട്ടുകാരെയും ഞാനാണ് എന്ത് ചെയ്തത് അവരുടെ സെപ്പറേഷനിൽ നിന്നും അലാഹിദഗീസെ ഈ ആഫത്തോസമിനെ ബച്ചാതി സെപ്പറേഷനിൽ നിന്നും മോചിപ്പിച്ച് നടത്തി ഞാനാണ്. മഗർ ജിസ് औरत की इज्जत व आबरू का मैं ईश्वर के दरबार में जिम्मेदार हूँ, उस औरत के साथ ऐसे जालिमाना बर्ताव मैं नहीं सह सकता. എന്താ പറയുന്നത്, മഗർ ജിസ് औरत की इज्जत व आबरू, ഏതൊരു സ്ത്രീയുടെ അഭിമാനവും അന്തസ്സും ഒക്കെ ഈശ്വർക്ക് ദർബാറിന് ജിമ്മെദാറും, അതിനൊക്കെ മറുപടി പറയേണ്ട ആളാണ്, അതിന് വളരെ ക്ഷതവ് സംഭവിച്ചാൽ അതിന് മറുപടി പറയേണ്ട ആളാണ് ഞാൻ. അങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഞാൻ എന്ത് ചെയ്യണേ, ഓസ് ഓരത്കെ സാത്ത്, അങ്ങനെയുള്ള ആ ഒരു സ്ത്രീയോട്, അതായത് ഞാൻ എന്റെ ഭാര്യയോട്, എന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാര്യയോട് എന്ത് ചെയ്യണേ, ഐസ സാരിമാന ഭർത്താവോ, എന്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെയുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ എന്നോട് സഹിക്കാൻ പറ്റില്ല. ആ യഖീൻ മാനിയെ മേ അപ്നെ ഊപ്പർ ബഹുത് ജബ്ർ കർ റഹാ ഹൂം. നിങ്ങൾക്കറിയാം എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മേ അപ്നെ ഊപ്പർ ബഹുത് ജബ്ർ കർ റഹാ, മേ അപ്നെ ഊപ്പർ ബഹുത് സുൽം കർ റഹാ ഹൂം. ഞാൻ ഇത്രയും വലിയ അക്രമമാണ് എന്നോട് തന്നെ കാണിക്കുന്നത്. കെ ലാൽ ബഹാരിക്ക് ഗോഷുമാരി നഹി കർത്ത, എനിക്ക് ഇനിയും എന്താണ് അംഗീകരിക്കാൻ പറ്റില്ല ആരെ എന്താണ് ലാൽ ബഹാരി ഇനി എനിക്ക് സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവനെ കൂടെ കൂടാൻ, എന്താണ് അവനെ കൂടെ കൂടാൻ അല്ലെങ്കിൽ എന്താണ് അവന് വേണ്ട എന്താണ് ഒരുമിച്ച് പോകാൻ ഞങ്ങൾക്ക് ഇനി സാധിക്കില്ല എന്ന് പറയണം. ഞാൻ അവനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയണം. ആ ബീനി അബ് ഇതൊക്കെ പറഞ്ഞപ്പോ എന്ത് ചെയ്തു, ബീനി മാധവ് ബി ഗർമായി, അദ്ദേഹത്തിനും ദേഷ്യം വന്നു.
ഈ കുഫ്ർ ജ്യാദ ന സുൻ സകെ പോലെ എന്ന് വെച്ചാൽ ഈ ഒരു അദ്ദേഹത്തിന് ഈ ഒരു പറച്ചിലൊന്നും കൂടുതൽ സഹിക്കാൻ പറ്റിയില്ല. ലാൽ ബഹാരി തുമാര ഭായി ഹെ എന്നിട്ട് പറയണ അയാളത്, ലാൽ ബഹാരി അദ്ദേഹം എന്താണ്, തുമാര ഭായി ഹെ എന്റെ സഹോദരനല്ലേ അവൻ, ഉസ്സെ ജബ് കഭി ഭൂൽ ചൂക്ക് ഹോ തും ഉസ്കെ കാൻ പക്കടോ എന്ന് വെച്ചാൽ അവന്റെ അടുത്ത് വല്ല തെറ്റും ഭൂൽ ചൂക്ക് അറിയാതെ വല്ല തെറ്റും സംഭവിച്ചു പോയെങ്കിൽ തും ഉസ്കെ കാൻ പക്കടോ നീ അവന്റെ ചെവി പിടിക്കാനുള്ള അധികാരം എനിക്കുണ്ടല്ലോ മക. പക്ഷെ അതിനൊക്കപ്പുറം നീ സ്ത്രീകളുടെ പറയണം, ലാൽ ബഹാരിക്കോ അബ്മി അവനെ ഭായി നെഹി സമസ്ത, ലാൽ ബഹാരി ഞാൻ എന്താണ് എന്റെ സഹോദരനായി കാണുന്നില്ല എന്ന്. ബീനി മാധവ് പറയണം, ഓരത്തെ പിശി ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടോ, സ്ത്രീ കണ്ട് ജി നഹി അതല്ല, ഉസ്കി ഗുസ്താഖി ഓർ ബേറഹ്മി കെ ബാസ് എന്നുവെച്ചാൽ അവന്റെ ഈ ഒരു ഗുസ്താഖി, അവന്റെ ഒരു ഗുനാഹ്, അവന്റെ ഒരു തെറ്റ്, അവർ എന്താണ് ബേറഹ്മി, അവർ എന്താണ് അവന്റെ നിഷ്കരുണം, ഇത് കാരണമായിട്ട് ദോനോ ആദ്മി കുച്ച് ദേർ തക് ഖാമോഷ് രഹെ രണ്ടുപേര് കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഠാക്കൂർ സാഹബ് ലഡ്കെ കാ ഗുസ്സ ധീമാ കർണ ചാഹത്തെ थे, ഠാക്കൂർ സാഹബ് എന്താണ് മകന്റെ ആ ദേഷ്യം ശമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മഗർ ഈ തസ്ലീം കർണെ കോ തയ്യാർ ന थे, പക്ഷെ അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ലാൽ ബഹാരി സെ കോയി ഗുസ്താഖി യാ ബേറഹ്മി വഖൂ മേ ആയി എന്നുവെച്ചാൽ ഒരു നിരക്കും എന്താണ് നമ്മളുടെ ബീനി മാധവ് സിംഗ് എന്താണ് ഒരിക്കലും എന്താണ് ലാൽ ബഹാരിയുടെ അടുത്ത് വല്ല തെറ്റും സംഭവിച്ചു എന്ന് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. इस असना में मीन्स इस बीच में कई और आदमी हुक्का तंबाकू उड़ाने के लिए आ बैठे. ഇതിന്റെ ഇടയ്ക്ക് ധാരാളം ആളുകൾ അവിടെ എന്താണ് ഹുക്ക തമ്പാക്കു പീനെ के लिए എന്താണ് ഹുക്ക വലിക്കാനും എന്താണ് തമ്പാക്കു പുകയരുതെന്നൊക്കെ ആയിട്ട് അവിടെ വന്നു. അങ്ങനെ കൈ औरतों ने जब सुना कि श्रीगंध की बीवी के पीछे बाप से आमादी जंग है, അപ്പൊ സ്ത്രീകൾ ഇത് കേട്ടപ്പോ എന്ത്, ശ്രീകണ്ഠന്റെ ഭാര്യ ഇപ്പൊ എന്ത് ചെയ്യാണ്, ബാപ്സെ അമാദേ ജംഗ്യ അച്ഛനോട് യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്ന്, കലഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് കേട്ടപ്പോ ഉൻകാ ദിൽ ബഹുത് ഖുഷ് ഹുവ, ആ സ്ത്രീകളൊക്കെ ഭയങ്കര സന്തോഷിച്ചു. ഓർ തർഫീൻ കി ഷിക്വ അമേസ് ബാത്തിൻ, ഈ രണ്ട് പക്ഷത്തിന്റെയും ഈ പരസ്പര അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷിക്വ പരാതികൾ, ഷിക്വ അമേസ് ബാത്തിൻ സുന്നെ കെ ലിയെ ഉൻകെ റൂഹൻ തടപ്നെ ലഗി, ഇവർ തമ്മിലുള്ള കലഹം കാണാൻ വേണ്ടി ഇവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യണം, വെമ്പൽ കൊള്ളുകയായിരുന്നു. കുച്ച് ഐസെ ഹാസിദ് ബി ഗാവ് മേ थे, കാരണം ഇങ്ങനെയുള്ള കുറച്ച് ഹാസിദ് അസൂയക്കാരും ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. ഉസ് ഖാൻദാൻ കി സലാമത്ത് റവി പർ ദിൽ ഹി ദിൽ മേ ജൽതെ थे, ഈ ഒരു കുടുംബം ഇങ്ങനെ ശാന്തിയും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അവർക്ക് അസഹ്യമായിരുന്നത്, സഹിക്കാനാവാത്തതായിരുന്നു. ശ്രീകണ്ഠ് ബാപ് സേ ദബ്താ था, ശ്രീകണ്ഠ് എപ്പോഴും ചെയ്യുന്ന അച്ഛനെ അംഗീകരിച്ചിരുന്നു. ഇസിലിയെ എന്നുവെച്ചാൽ ബാപ്പയുടെ മുമ്പിൽ തോറ്റുകൊടുത്തു, അച്ഛൻ്റെ മുമ്പിൽ തോറ്റു കൊടുത്തിരുന്നു പറയാൻ കാരണം ഈ സ്ത്രീയെ വോ ഹതാവാർ ഹെ, കാരണം എന്താണ് അവൻ മനസ്സിലാകുന്നത് തെറ്റുകാരനാണ് എന്ന് അവന് ബോധ്യമുള്ളതുകൊണ്ട്. എന്ത് തെറ്റ്, ഉസ്നെ അപ്പന ഇൽം ഹാസിൽ ഇത്ര ഇൽം ഹാസിൽ കിയ, അവൻ ഇത്രയും വലിയ പാണ്ഡിത്യം നേടി, അത് തന്നെയാണ് അവന്റെ തെറ്റ്. യേ ബി ഉസ്കി ഖതാ ഥി, ഇതും അവന്റെ തെറ്റാണ്. എന്ത്, ബീനി മാധവ് കോ ബീനി മാധവ് സിംഗ് ബഡേ ബേട്ടെ കോ ബഹുത് പ്യാർ കർത്തെ थे, അവർ നമ്മളുടെ എന്താണ് അവന്റെ ഏറ്റവും വലിയ തെറ്റാണ് അവൻ ഇത്രയും വലിയ പഠിച്ചു ആയി എന്നുള്ളത്. ഇതാണ് എന്താണ് ഈ ഒരു പഠിച്ചത് കാരണം എന്താണ് അവന് മറ്റുള്ളവരെ പോലെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്പൺ ആയിട്ട് സംസാരിക്കാനോ പറയാനോ പറ്റുന്നില്ല. ഇതും അവന്റെ തെറ്റ് തന്നെയാണ്. ബീനി മാധവ് സിംഗ് ബഡേ ബേട്ടയ്ക്ക് ബഹുത് പ്യാർ കർത്തെ थे, ബീനി മാധവ് സിംഗ് വളരെയധികം ഇവനെ ശ്രീകണ്ഠനെ സ്നേഹിച്ചിരുന്നു. ഈ ബുരി ബാത് ഹെ, ഇതൊരു വലിയ തെറ്റാണ്. വോ ബല ഉസ്കി ഇസ്ലാഹ് കെ ലിയെ ഇസ്ലാഹ് കെ കോയി കാം നഹി കർത്തെ, പക്ഷെ എന്നാൽ ഒരിക്കലും അവൻ എന്ത് ചെയ്യാറില്ല, നമ്മുടെ वो बिला उसकी सलाह के कोई काम नहीं करते. നമ്മുടെ സ്ത്രീകളുടെ എന്താണ് ഒരിക്കലും എന്താണ് എല്ലാ കാര്യങ്ങളും അച്ഛനോട് ഡിസ്കസ് ചെയ്തിട്ടാണ്, ബിലാ സലാഹ് മഷ്വറ, സലാഹോ മഷ്വറ കി ബഗൈർ കോയി കാം നഹി കർത്തെ थे, അച്ഛനോട് ഡിസ്കസ് ചെയ്യാതെ ഒരു കാര്യം ഇത് ചെയ്യാറില്ലായിരുന്നു, നമ്മുടെ സ്ത്രീകളുടെ ചെയ്യാറില്ലായിരുന്നു. ഈ ഉൻകി ഹിമാകത്ത്, ഇത് അവന്റെ മണ്ടത്തരമാണ്, അവന്റെ ചെയ്തു പോയ തെറ്റാണ് എന്ത്, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. ഇൻ ഖയാലാത് കി ആദ്മിയോ കി ആജ് ഉമ്മീദേ ബർ ആയി, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്ന ആളുകൾ എന്ത് വെച്ചാൽ എല്ലാ കാര്യം അച്ഛനോട് ചോദിച്ചിട്ട് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ അൺഡിവൈഡഡ് ഫാമിലിക്ക് വേണ്ടി ബാധിക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള ഇവരുടെ ഈ ഒരു കൂട്ടുകുടുംബം ഒരുമിച്ച് പോവുക എന്നുള്ളത്, ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത കുറെ ആളുകൾ ആ ഗ്രാമത്തിലുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉൻ ഖയാലാത് കി ആദ്മിയോ കി ആജ് ഉമ്മീദേ ബർ ആയി,
ഇങ്ങനെ ചിന്തിക്കുന്ന ഈ ആളുകളുടെ പ്രതീക്ഷകളൊക്കെ എന്ത് ചെയ്തു? ബർ ആയി മുക്കമ്മൽ ഹോകയും പുരി ഹോകയും ഹുക്ക പീനേക്ക് ബഹാനേസ് ഇവരൊക്കെ നിന്ന് ഹുക്ക വരിക്കാൻ എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഞണ്ടി ന്യായം പറഞ്ഞുകൊണ്ട് കോയി ലഗാൻ കി റസീദ് ദിഖാനെ ചിലർക്ക് ടാക്സ് അടച്ച റെസിപ്റ്റ് കാണിക്കാൻ വേണ്ടി വന്നിട്ട് എന്ത് ചെയ്തു? ദിഖാനയ്ക്ക് ഹേരേസ് ആ ആക്കർ ബാഡ്ഗി അവരൊക്കെ നിന്ന് ഈ വീടിന് മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്തിന്? ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. ബീനി മാധവ് സിംഗ് പുരാന ആത്മീയത. നമ്മുടെ ബീനി മാധവ് സിംഗ് എന്ന ആള് കുറച്ച് പ്രായം ചെന്ന അല്ലെങ്കിൽ അവിടുത്തെയുള്ള ഒരു കാര്യപ്പെട്ട ആളാണ്. പുരാന ആത്മീയത സമജ് കിയ അവൻ കാര്യം മനസ്സിലായി. ആ ഈ ഹസ്രാത്ത് പോലെ നഹിസമാത്തെ ഇന്ന് നമ്മളെ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഈ ആളുകൾക്ക് അത്യധികം സന്തോഷിക്കും. പുരന സമാന ബഹുത് ഖുഷ് ഹോന ബേഹദ് ഖുഷ് ഹോന വളരെയധികം സന്തോഷിക്കുമെന്ന് ഇവർക്ക് ഇയാൾക്ക് തോന്നി. ഉസ്കെ ദിൽ നെ ഈ ഫൈസലാക്കിയ അയാളുടെ മനസ്സ് തീരുമാനിച്ചിട്ട് ഉനെ ഖുഷ് ഹോനെ നഹി ദൂങ്ക അവരെ ഒന്നും സന്തോഷിക്കാനുള്ള അവസരം ഞാൻ കൊടുക്കില്ല എന്ന് നമ്മുടെ ബീനി മാധവ് സിംഗിന് എന്ത് ചെയ്തു? ബോധ്യം വന്നു. അയാൾ തീരുമാനിച്ചു. ഹോ വോ അപ്പനെ ഊപ്പർ കിത്നാ ഹി ജബർ ഹോ അത് ഇത്ര അദ്ദേഹത്തിന് ജബർ സുലും ഹോ അദ്ദേഹത്തോട് ചെയ്യുന്ന ഇത്ര വലിയ അക്രമമായിരുന്നാലും എന്ത് ചെയ്താൽ അദ്ദേഹം എന്താണ് ഒരിക്കലും അദ്ദേഹം എന്ത് ചെയ്യില്ല ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനാകൂല എന്ന് നിരക്കുന്നു. ഏകായക് ലഹജയെ തകരീർ നിറം കറക്കിയ പോലെ പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ പ്രസംഗം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വാശിയും വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളത് എന്ത് ചെയ്തു? അവരുടെ നിറം കറക്കിയ പോലെ ഒന്ന് മയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ബേട്ടാ മേ തുംസെ ബാഹർ നഹി ഹും ഞാൻ നിനക്ക് എന്താണ് അന്യനൊന്നും അല്ല. തുമാരാ ജോ ജി ചാഹേ കരോ നീ എന്താ ആഗ്രഹിച്ചു നീ ചെയ്യും. अब तो लड़के से खता हो गई ഇപ്പൊ എന്തായാലും മകൻ അൽബഹാരിന്റെ അടുത്ത് തെറ്റ് വന്നു പോയിട്ടുണ്ട്. നീ എന്താണോ അതിനു വേണ്ട ശിക്ഷ നീ നടപ്പാക്കിക്കോ എന്ന് പറയാണ്. അപ്പോ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാണ് നമ്മുടെ ഇവനെ കുറിച്ച് കൊണ്ട്. ഇനി നമ്മളുടെ സ്ത്രീകളുടെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാണ്. ഇലാഹാബാദ് കാ നൗജവാൻ ജുലായ ഹുവ ഗ്രാജുവേറ്റ് ഇസ് ഘാത് കോ എന്ന സംസാർ. അപ്പൊ ഇലാഹാബാദിലൊക്കെ ജോലി ചെയ്യുന്ന ഈ യുവാവായിട്ടുള്ള ഈ ചെറുക്കൻ ഗ്രാജുവേഷൻ ഒക്കെ പാസ്സായിട്ടുള്ള ഡിഗ്രി പാസ്സായിട്ടുള്ള ഈ ചെറുക്കൻ ഇസ് ഘാത് കോ എന്ന സംസാർ അവൻ ഇതിലെ ചുഴികളോ കാര്യങ്ങൾ എന്താണ് അതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലായിരുന്നു. അവന് ഡിബേറ്റിംഗ് ക്ലബ് അവര് ഈ ചർച്ചകളൊക്കെയുള്ള അവരുടെ ക്ലബിൽ എന്ത് ചെയ്യും അവര് उसने अपनी बात पर अड़ने की आदत सीखी थी. അപ്പൊ അദ്ദേഹം എന്താണോ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പിടിച്ച കൊമ്പിനെന്ന് അറിയില്ലേ അതിനുശേഷം അത്രയും അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന് എന്താണ് ഏത് പക്ഷത്താണ് അദ്ദേഹം ഉള്ളത് ആ കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു. മഗർ അമലി മുബാഹിസോക്ക് ദാവ് പീസ് വാർത്തപ്പെടുത്തി. പക്ഷെ ഇത് പ്രാക്ടിക്കൽ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളും കച്ചവടമൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന് യാതൊരു ജ്ഞാനവും ഇല്ലായിരുന്നു. വാർത്തപ്പെടുത്തി അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. ഈ മൈതാൻ ബിൽക്കുൽ അനാടി നിൽക്കല എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നത്തില് ഇവൻ തീർത്തുമായും ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കേണ്ടി വന്നു, കൈ കെട്ടി നിൽക്കേണ്ടി വന്നു അറിയാലോ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ബാപ് നെ ജിസ് മത്ലബ് സെ പഹലു ബദലാ താ വഹാ തക് ഉസ്കി നിഗാഹ് ന പഹുഞ്ചി. അച്ഛൻ ഇപ്പൊ എന്താണ് പെട്ടെന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എന്താണ് രീതി സ്റ്റൈലൊന്നും മാറ്റിയിരുന്നു. വെച്ചാൽ ഇവരെ ചെറിയ മകൻ എന്താണ് തെറ്റുകാരനെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ആൾക്ക് എന്ത് ചെയ്തു? തെറ്റുകാരനെ അംഗീകരിക്കുന്നു. മാത്രമല്ല അവന് വേണ്ട ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയവനോട് പറയുന്നു, അതായത് നമ്മളുടെ ഇവരോട് പറയുന്നു. എന്നിട്ടൊക്കെ അപ്പൊ ഈ ഒരു ചേഞ്ച് ഒരു മാറ്റം ചെയ്യുന്ന അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്നിട്ട് പറഞ്ഞത് അപ്പോ ഇത് നമ്മളുടെ ആ സമയത്ത് ശ്രീകണ്ഠൻ പറയണത് ബോല मैं लाल बहारी सिंह के साथ अब इस घर में नहीं रह सकता. ഞാൻ ലാൽ ബഹാരിയുടെ കൂടെ നീ വീട്ടിൽ താമസിക്കാനില്ല എന്ന് പറയുന്നു. അപ്പോ അച്ഛൻ പറയുന്നത് ബാബ് ബേട്ടാ തും അഖൽമന്ദ് ഹോ നീ വലിയ ബുദ്ധിയുള്ള ആളല്ലേ. और अकलमंद आदमी गवारों की बात पर ध्यान नहीं देता. ഇങ്ങനെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളെ ഇങ്ങനെ ഒന്നും കൊള്ളാത്ത വിവരശൂന്യരായിട്ടുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല എന്ന്. വോ ബേസമജ്ഡ് അവൻ എന്താണ് ഓനെ ചിന്തിക്കാതിരുത്തനാണ്. ഉസ്സേ ജോ കുച്ച് ഖിതാ ഹുയി ഹൈ ഉസ്സേ തും ബഡേ ഹോകർ മാഫ് കർ ദോ. നീ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? അവന്റെ അടുത്ത് വന്നുപോട്ട തെറ്റുകളൊക്കെ നീ എന്തിനാ വലിയ മനസ്സ് കാണിച്ചുകൊണ്ട് നീ അവന് വിട്ടുപുറത്ത് കൊടുക്കണം എന്ന് പറയാണ്. ബേട്ട
മകൻ പറയുന്നത് ഉസ്കി യെ ഹർഗിസ് മാഫ് നഹി കർ സക്താ. ബേട്ട എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ. അദ്ദേഹം പറയുന്നത് യെ ഹർക്കത്ത് ഹർഗിസ് മാഫ് നഹി കർ സക്താ, ഇത് അവൻ എന്തായാലും പുറത്തുവിടാൻ കഴിയില്ല എന്ന് പറയുന്നത്. യാ തോ വഹി ഘർ മേ രഹേഗ യാ മേ രഹൂംഗ മേ ഹി രഹൂംഗ. ഒന്നുകിൽ എന്തായിരിക്കും വഹി, ഒന്നുകിൽ അവനായിരിക്കും വീട്ടിൽ താമസിക്കുന്നത്, അല്ലെങ്കിലോ യാ മേ രഹൂംഗ, അല്ലെങ്കിൽ ഞാൻ. आपको अगर उससे ज्यादा मोहब्बत है तो मुझे रुखसत कीजिए. താങ്കൾക്ക് അവനോടാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ എന്ത് ചെയ്യാം? आप उनको रुखसत कीजिए. അവരോട് കൂടുതൽ ഇഷ്ടമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് आप मुझे रुखसत कीजिए, നിങ്ങൾ എന്നെ പറഞ്ഞയച്ചേക്ക്. मैं अपना बोझ आप उठा लूंगा, ഞാൻ എന്റെ ഭാരം ഞാൻ സ്വന്തം നോക്കിക്കോളാം എന്ന് പറയാണ്. अगर मुझे रखना चाहते हो तो, അഥവാ നിങ്ങൾ എന്നെ വെക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലോ ജഹാ ചാഹെ ചലേ ജാന, എന്താണ് ഉസ്സെ കഹേ, അവരോട് പറയുന്നത് കഹിയെ കെ ജഹാ ചാഹെ ചലാ ജാന, എങ്ങോട്ടാ ഉദ്ദേശിച്ച പോകാൻ പറഞ്ഞൊക്കെ അവനോട്. ബസ് മേരാ യേ ആഖിരി ഫൈസല ഹെ, ഇതാണ് എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറയണം. അപ്പോ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവന് എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. രണ്ടിലൊരാളെ ഇവിടെ വീട്ടിൽ താമസിക്കുള്ളൂ എന്നുള്ള അർത്ഥത്തില്. लाल बहारी सिंह दरवाजे की चौखट पर चुपचाप खड़ा बड़े भाई की बातें सुन रहा था. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ ശ്രീകണ്ഠൻ പറയുമ്പോ എന്താണ്, ലാൽ ബഹാരി സിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ദർവാസയ്ക്ക് ചൗക്കട്ട് പർ, ആ വാതിലിന്റെ നേരെ അപ്പുറത്തെ പുള്ളിയിൽ എന്തുണ്ട്, ചുപ് ചാപ് ഖട, അവനെന്തിനും മിണ്ടാതെ അവിടെ എണീറ്റ് നിൽക്കുന്നുണ്ട്. ബഡേ ഭായിക്ക് ബാധ്യത സുൻ രഹാ താ, അങ്ങനെ വലിയ സഹോദരനെ മീൻസ് ശ്രീകണ്ഠന്റെ കാര്യങ്ങളൊക്കെ വർത്തമാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അച്ഛനോടുള്ള. വോ ഉൻകാ ബഹുത് അദബ് കർത്താ താ. അപ്പൊ ശ്രീകണ്ഠൻ എന്ത് ചെയ്തു, ലാൽ ബഹാരി എന്ത് ചെയ്തിരുന്നു, ശ്രീകണ്ഠനെ വളരെ ബഹുമാനിച്ചിരുന്നു. ഉസേ കബി ഇത്നി ജുറത് ന ഹോത്തി ഥി, ഒരിക്കലും അവൻ എന്തായാലും ഇത്രമാത്രം ജുറത് ധൈര്യം ഇല്ലായിരുന്നു. എത്രമാത്രം കെ ശ്രീകണ്ഠയ്ക്ക് സാമനെ ചാർപ്പായി per बैठ जाए, ശ്രീകണ്ഠന്റെ മുമ്പിൽ എന്താണ് കട്ടിലൊന്ന് ഇരിക്കാൻ പോലുള്ള ധൈര്യം ആർക്കില്ലായിരുന്നു, നമ്മുടെ ലാൽ ബഹാരിക്കില്ലായിരുന്നു. യാ ഉൻകെ സാമനെ ഹുക്ക പീലെ, ഹുക്ക വരിക്കാനോ അല്ലെങ്കിൽ എന്താണ് യാ പാൻ ഖാലെ, അവന്റെ മുമ്പിൽ വെറ്റില കഴിക്കാൻ മാത്രമുള്ള ധൈര്യം അവനില്ലായിരുന്നു. अपने बाप का भी उतना पास लिहाज ने करता था, അവനെ തന്റെ അച്ഛനെക്കാളും കൂടുതൽ ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന ആളെ റെസ്പെക്ട് ചെയ്തിരുന്ന ആളാണ് നമ്മുടെ ശ്രീകണ്ഠൻ. ശ്രീകണ്ഠ കോബി ഉസേ ദിലി മുഹബത്ത്, ശ്രീകണ്ഠനോട് ശ്രീകണ്ഠൻ അങ്ങനെ തന്നെയാണ് ലാൽ ബഹാരിയോട്. ജബ് इलाहाबाद से आते तो जरूर उसके लिए कोई न कोई तोहफा लाते थे. അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, അലഹബാദിൽ നിന്ന് വരുമ്പോഴേക്ക് അവൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുവരാറുണ്ട്, തോഫ ഗിഫ്റ്റ്. മുഗ്ദർ की जोड़ी उन्होंने ही बनवाकर दी थी. അപ്പൊ ഈ ഗുസ്തിക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഇതാണ്, മരത്തിന്റെ കട്ടിയുള്ള ഒരു സാധനമാണ്, കനമുള്ള ഒന്നാണത്. മുഗ്ദർ की जोड़ी उन्होंने ही बनवाकर दी थी. മുഗ്ദറിന്റെ ജോഡിയൊക്കെ ഇദ്ദേഹം തന്നെയായിരുന്നു ഒപ്പിച്ചു കൊടുത്തിരുന്നത്. पिछले साल जब उसने अपने से डेवडे जवान को नाग पंचमी के दंगल में पछाड़ दिया तो उन्होंने खुश होकर अखाड़े ही में जाकर उसे गले लगा लिया था. അങ്ങനെ पिछले साल കഴിഞ്ഞ വർഷം തന്നെ जब उसने अपने डेवडे जवान को, അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിന്റെ ഈ യുവാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ത് ചെയ്തു, നാഗ് പഞ്ചമിക്ക് ദംഗൽമേ, നാഗ് പഞ്ചമിയുടെ ആ ഒരു ഉത്സവത്തിൽ വെച്ചുകൊണ്ട്, ആഘോഷത്തിൽ വെച്ചുകൊണ്ട്, ആ പ്രോഗ്രാമിൽ വെച്ചുകൊണ്ട് പച്ചാട് ദിയാത്തോ, അദ്ദേഹം മറ്റൊരാളെ കീഴ്പ്പെടുത്തിയപ്പോ ആ ഒരു ഗുസ്തിയാളെ ജയിച്ചപ്പോ എന്ത് ചെയ്തു, ഉന്होंने दिल खुश होकर, അദ്ദേഹത്തിന്റെ മനസ്സ് ഭയങ്കര സന്തോഷിച്ചു. എന്ത് ചെയ്തു, അഖാഡെ ഹി മി ഹി ജാഗർ, അഖാഡെ തന്നെ പോയിട്ട് അദ്ദേഹം ചെയ്തു ഉസേ ഗല ലഗായ താ, അദ്ദേഹം ചെയ്തു പോയി ഗല ലഗാ ലിയാ താ, എന്നുവെച്ചാൽ അങ്ങനെ കഴുത്തോട് മറവണിച്ചിരുന്നു. അങ്ങനെയുള്ള ആളാണ് നമ്മളുടെ ശ്രീകണ്ഠൻ. ഓർ 5 റുപ്പിയക്ക് പൈസ ലുട്ടായേ थे. അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം നിന്നു ഒരു 10 രൂപ, ഇദ്ദേഹത്തിന് 5 രൂപ ശ്രീകണ്ഠൻ എന്ത് ചെയ്തു, ലാൽ ബഹാരിക്ക് വേണ്ടി അന്ന് ഖുഷീസ് ഖർച്ച് കിയേ थे, ഭയങ്കര സന്തോഷത്തോടു കൂടി അദ്ദേഹം ചെലവാക്കിയിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ എത്രയൊക്കെ സ്നേഹമുള്ള ആളാണ് എന്റെ ജ്യേഷ്ഠൻ എന്നുള്ള അങ്ങനെ ഓർക്കാണ്. ഐസെ ഭായിക്ക് മോസെ, ഇങ്ങനെയൊക്കെയുള്ള ഈ സഹോദരന്റെ മുഖത്ത് നിന്ന് എന്ത് ചെയ്യുന്നത്, ആജ് ഐസി ജിഗദോസ് ബാത്തി, ഇങ്ങനെ മനസ്സ് എന്താണ്
വ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഈ സംസാരങ്ങൾ കേട്ടിട്ട് സുൻകർ ലാൽ ബഹാരി സിംഗ് കോ ബഹുത് മലാൽ ഹുവ. മലാൽ മീൻസ് ദുഃഖ ഹുവ. ഉസേ സറാ ഭി ഗുസ്സ ന ആയ. പക്ഷെ അവന്റെ മനസ്സിൽ എന്ത് ചെയ്തില്ല, ജ്യേഷ്ഠനോട് യാതൊരുവിധ ദുഃഖവും ഇല്ലായിരുന്നു, എന്നുവെച്ചാൽ ഒരു ദേഷ്യമില്ലായിരുന്നു. ദുഃഖമുണ്ട്, ദേഷ്യമില്ലായിരുന്നു. वो पूड कर रोने लगा, അവൻ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. उसमें कोई शक नहीं कि वो अपने फेल पर आप नादिम था. അവൻ ചെയ്തു പോയ പ്രവൃത്തിയിൽ അവൻ നാദിം എന്ന് പറഞ്ഞാൽ അവൻ ആകെ എന്ന് വെച്ചാൽ അവനെ ഷർമിന്ദാത, ചെയ്തു പോയ തെറ്റിൽ അവന് നാണമുണ്ടായിരുന്നു ഓർത്തുകൊണ്ട്. भाई के आने से एक दिन पहले ही से उनका दिल हर दम धड़कता था. ഭായിക്ക് ആനയ്ക്ക്, അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ശ്രീകണ്ഠം വരുന്നതിന് ഒരു ദിവസം മുന്നേ പഹലേസേഹി, അപ്പോഴേക്ക് ദിൽ അവന്റെ മനസ്സിന്റെ ഹർദം നടക്കാതെ അവന്റെ ഹൃദയം ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു. ശരി, എന്താണ് അവൻ പറയുക എന്നുള്ളത് ആ ഒരു പേടി ഇവന്റെ മനസ്സിലുണ്ടായിരുന്നു. കെ ദേഖും പയ്യ ക്യാ കാത്തെ, എന്താണ് അവൻ പറയാന്ന്. മേ ഉൻകെ സാമനെ കൈസെ ജാഊംഗ, ഞാൻ എങ്ങനെ അവന്റെ മുമ്പിൽ പോകുമെന്ന്. മേ ഉൻസെ കൈസെ ബോലൂംഗ, ഞാൻ എങ്ങനെ പറയും. മേരി ആംഖേ ഉൻകെ സാമനെ കൈസെ ഉഠേംഗി, ഞാൻ എങ്ങനെ എന്റെ കണ്ണെടുത്തോണ്ട് വേഷം നോക്കും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ലെവലുള്ളത്. ഉസ്നെ സംജാ താ കെ ഭയ്യ മുझे बुलाकर समझा देंगे. അവൻ ഇങ്ങനെ ഓർത്തു എന്തായിരിക്കും ഇവന് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് എന്നുള്ളത്. എന്തായിരിക്കും ഇവൻ ആലോചിക്കുന്നത്, എന്താണ്, ഭയ്യ മുझे ഉൻകെ പാസ് ബുലായെങ്കിൽ, സഹോദരനെ അടുത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യും, वो समझाएंगे, അവൻ പറഞ്ഞ് മനസ്സിലാക്കും. എന്ത് इस उम्मीद के खिलाफ പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. ഈ സുമീദ് കെ ഖിലാഫ്, പക്ഷെ ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. ആജ് വോ ഉനെ അപ്പനി സൂറത്ത് സെ ബേസാർ പാതാ താ, എന്നുവെച്ചാൽ ഇപ്പൊ അവൻ എന്താണ് അർത്ഥം, ഇവനെ അൽബഹാരിയെ കാണാൻ തന്നെ ആഗ്രഹിക്കാത്ത ആളായിപ്പോ ആര് മാറി, നമ്മുടെ ഇവൻ മാറിയിട്ടുണ്ട്, ശ്രീകണ്ഠൻ മാറിയിട്ടുണ്ട്. वो जाहिल था, वो उसका दिल कहता था भैया मेरे साथ ज्यादती कर रहे हो. എന്നുവെച്ചാൽ അവന് എന്താണ്, അത്രമാത്രം എന്താണ്, അവന് ജാഹിൽ, അവനൊന്നും അറിയാത്ത ആളായിരുന്നു. മഗർ ഉസ്ക ദിൽ കഹത, പക്ഷെ അവന്റെ മനസ്സ് പറയുന്നുണ്ടത്തേക്ക് ഭയ്യ മേരെ സാത്ത് ജ്യാദത്തി കർ രഹേ ഹോ. ഇത് നിങ്ങൾ എന്നോട് ഈ പറയുന്നത് എന്താണ്, എന്നോട് ചെയ്തൊരു അക്രമമാണ് എന്ന്. ഞാൻ എന്താണ്, എനിക്കൊന്നും അറിയാത്തവരാണ്, പക്ഷെ നിങ്ങൾ ഈ ഒന്നും അറിയാത്ത എന്നോട് നിങ്ങൾ ഈ ഒരു ക്രൂരത ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ് എന്ന് അവന്റെ മനസ്സ് പറയുന്നുണ്ട്. എങ്കിലും അഗർ ശ്രീകണ്ഠ ഉസേ അക്കേല ബുലാക്കർ 2-4 മിനിറ്റ് സഖ്ത് ബാतें करते, അഥവാ ശ്രീകണ്ഠൻ എന്താണ് ഇതിനൊക്കെ പകരം ഒന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്, അക്കേലെ ബുലാക്കർ, എന്നെ ഒറ്റക്കൊന്ന് വിളിച്ചിട്ട് 2-4 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് നേരം സഖ്ത് ബാतें करते, എനിക്ക് എന്താണ് സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറം പറഞ്ഞാൽ, കഠിനമായി പറഞ്ഞാൽ എനിക്ക് എന്തായിരുന്നു, 2-4 തമാശ ബി ലഗാ ദേത്തെ, ഒരു 4-5 അടി എന്റെ മുഖത്ത് അടിച്ചാലും, तो शायद उसे इतना मलाल न होता, അദ്ദേഹത്തിന് എന്താണ് ലാൽ ബഹാരിക്ക് എത്രമാത്രം ദുഃഖം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ മഗർ ഭായിക ഈ കഹന, പക്ഷെ സഹോദരൻ ഈ രൂപത്തിൽ പറയും, ഇങ്ങനെ അബ് മേ ഉസ്കി സൂറത്ത് സെ നഫ്രത് രഖ്താ ഹൂം, എനിക്ക് അവനെ കാണണ്ട എന്ന് പറയുന്നത് ലാൽ ബഹാരി സെ ന സഹാ ഗയാ, അത് ലാൽ ബഹാരിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. वो रोता हुआ घर आया, അവൻ കരഞ്ഞ് വീട്ടിലേക്ക് വന്നു. और കോട്ടറി മേ ജാക്കർ കപ്പടെ പഹനെ, അവൻ എന്ത് ചെയ്തു, അങ്ങനെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ധരിച്ചതിന് ശേഷം फिर आंखें पोंछी, കണ്ണൊക്കെ തുറച്ച്, ജിസ്സെ കോയി യെ ന സംശയക്ക് രോതാ ഥാ, ആരും കരയാണെന്നുള്ളത് ബോധിപ്പിക്കാതെ രൂപത്തിൽ അവൻ ഒക്കെ തുടച്ചൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്തു, തബ് ആനന്ദി കെ ദർവാസെ पर आकर बोला, ശേഷം ആനന്ദിയുടെ വാതിലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബാബി भैया ने ये फैसला किया है कि वो मेरे साथ इस घर में न रहेंगे. ബാബി മുത്തശ്ശി എന്ന് പറയുന്നത് ഭയ്യാനെ ഫൈസല കിയ ഹൈ, എന്താണ് ഏട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്, എന്താ, മേരെ സാത്ത് ഇസ് ഘർ മേ നഹീ രഹേംഗെ, അവന് ഞാൻ എന്താണ് എന്റെ കൂടെ ഒരുമിച്ച് താമസിക്കില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. वो अब मेरा मुख देखना नहीं चाहती, അവനെ എന്താണ് എന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. इसलिए अब मैं जाता हूं, അതുകൊണ്ട് തന്നെ ഞാൻ പോവാം ഇവിടുന്ന്. ഉനെ പേർ മുഹ് ന ദിഖാऊंगी, ഇനി ഒരിക്കലും അവനെ ഞാൻ മുഖം കൊടുക്കില്ല എന്ന്. മുജ്സെ ജോ ഖിതാ ഹുയി ഹെ ഉസെ മാഫ് കർന, എന്നോട് ക്ഷമിക്കണം എന്റെ അടുത്ത് വന്നു പോയ തെറ്റിന്. ഈ കഹത്തെ കഹത്തെ ലാൽ ബഹാരി की आवाज भारी हो गई, ഇതും പറഞ്ഞിട്ട് അവന് മുഴുമിക്കാൻ പറ്റുന്നില്ല, പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, എന്ന് വെച്ചാൽ അവനാകെ ഇടറാൻ തുടങ്ങി സൗണ്ട്. അങ്ങനെ
जिस वक्त लाल बहारी सिंह सर झुकाए आंधी के दरवाजे पर खड़ा था, അങ്ങനെ ലാൽ ബഹാരി സിംഗ് അയാൾ എന്ത് ചെയ്യാണ്, തലയും താഴ്ത്തി ആനന്ദിയുടെ ആ ഒരു ദർവാസയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് उसी वक्त ശ്രീകണ്ഠ भी आंखें लाल किए बाहर से आए. അപ്പൊ ആ സമയത്ത് എന്താണ്, ശ്രീകണ്ഠനും എന്ത് ചെയ്യാണ്, ആങ്കെ ലാൽ കിയെ വിയെ മുഖമൊക്കെ കണ്ണൊക്കെ കൊണ്ട് ചോപ്പിച്ച് എന്ത് ചെയ്യാണ്, ആ ബാഹർ സെ ആയ പുറത്തുനിന്ന് വരികയാണ് അകത്തേക്ക്. ഭായ് കോ ഖടാ ദേക്കർ നഫ്രത് സെ ആങ്കെ ഫയർ ലേ. അങ്ങനെ ലാൽ ബഹാരിയെ കണ്ടെന്ത് ചെയ്തു, ആ ദേഷ്യം കൊണ്ട് മുഖം തിരിച്ചു. ഓർ കത്രാക്കർ നിക്കൽ ഗേ, എന്നിട്ട് അവിടുന്ന് സ്പീഡിൽ തന്നെ പുറത്തു പോയി. ഗോയ ഉസ്കി സായ സെ ഭി പർഹേസ്, അവൻ നിഴൽ പോലും കാണാൻ ആഗ്രഹിക്കാത്തതുപോലെ, പർഹേസ് കർണ ഒഴിവാക്കുക, വെറുപ്പ് എന്നുള്ളതാണ്. അപ്പൊ ആ രൂപത്തിൽ നിന്ന് തോന്നിയാക്കും. ആ ആനന്ദിനെ ലാൽ ബഹാരി സിംഗ് की शिकायत तो शौहर से की. ആനന്ദി എന്ത് ചെയ്തു, ലാൽ ബഹാരി സിംഗിന്റെ പരാതി, അയാളുടെ പരാതി, ലാൽ ബഹാരി സിംഗിന്റെ പരാതി തന്റെ ഭർത്താവിനോട് അഥവാ ശ്രീകണ്ഠനോട് പറഞ്ഞു. മഗർ അബ് ദിൽ മേ പച്താ രഹാ ഹൈ, മഗർ അബ് ദിൽ മേ പച്താ രഹി. ഇപ്പൊ അവൻ എന്ത് ചെയ്യണം, അവന്റെ മനസ്സിലൊക്കെ എന്ത് ചെയ്യണേ, അവന് പശ്ചാത്താപം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നോക്കി. ഓ തബന്നെ കോരത്തി, ഇവളെന്താണ്, തബൻ നാച്ചുറൽ, ഇവളെന്താണ്, നേ കോരത്തി, ഇവിടെ അച്ചി ലड़की थी, अच्छी औरत थी, आया നമ്മുടെ ആനന്ദി. और उसके ख्याल में भी न था कि ये मामला इस कदर तूल खींचेगा. അവൾ ഒരിക്കലും എന്താണ് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നു എന്ത്, ഈ മാമില ഈ മസല എന്ത് ഇസ് ഖദർ തൂൽ ഖീഞ്ചേഗ, അത്രയും എന്താണ് നീണ്ടു പോകും, ഒരു വലിയ ഇഷ്യൂ ആകുമെന്ന് അവൾ ഒരിക്കലും കണക്കൂട്ടിയില്ലായിരുന്നു. वो दिल ही दिल में अपने शौहर के ऊपर झुंझला रही थी. അവൾ സ്വന്തം സ്വത്വത്തോടെ തന്നെ എന്ത് ചെയ്യാണ്, अपने शौहर के ऊपर झुंझला रही, അവള് ദിൽ ഹി ദിൽ में മനസ്സിൽ തന്നെ എന്ത് ചെയ്യാൻ, തന്റെ ഭർത്താവിനോട് അവൾ ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഈ ഖദർ ഗറം ക്യോ ഹോ രഹി, എന്തിനാണ് ഇത്രയും വലിയ ഈ ദേഷ്യം, എന്തിനാണ് ഇത്രയും ചൂടായത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്, ഭർത്താവിനോട് ശ്രീകണ്ഠനോട് പറയുന്നു. ये खौफ के कहीं मुझे इलाहाबाद चलने को न कहने लगे, तो मैं फिर क्या करूं. എന്ന് വെച്ചാല് അവൾക്ക് ഈ പേടി കൂടി ഉണ്ടായിരുന്നു. ഈ ഖൗഫ് കെ കഹി മുझे ഇലാഹാബാദ് ചലനെ കോ, അഥവാ എന്നോട് ഇലാഹാബാദിലേക്ക് പോകാൻ വേണ്ടി कहने लगे, അഥവാ പോകാൻ വേണ്ടി പറഞ്ഞാലോ എന്ന്. तो फिर मैं क्या करूंगा, അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടേക്ക് ഇലാഹാബാദിൽ പോകേണ്ടതെന്ന് ഞാൻ എന്ത് ചെയ്യും എന്ന് നമ്മള് വിഷമിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം उसके चेहरे को जर्द किए हुए थे, അവളുടെ മുഖമൊക്കെ ആകെ വിളറിയിട്ടുണ്ട്. उसी हालत में जब उसने लाल बहारी को दरवाजे पर खड़े ये कहते सुना. അപ്പൊ ഈ ഒരു ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാൽ ബഹാരി വാതിലിന് പുറത്തു നിന്നുകൊണ്ട് ഈ രൂപത്തിലൊക്കെ പറയുന്നത് കേട്ടപ്പോ, अब मैं जाता हूँ, ഞാൻ ഇനി പോവാണ്. मुझसे जो कुछ खता हुई है, मुझसे जो कुछ गलती हो गई है, माफ करना എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ, तो उसका रहा सहा गुस्सा भी पानी हो गया. അവൾക്കുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും ജലമായി മാറി എന്ന് പറഞ്ഞാൽ തണുത്തുപോയി. രോനയിലേക്ക് കഹിനിലേക്ക് ആൾ പറയാൻ തുടങ്ങിയത്, ദിലോं का मेल धोने के लिए आंसू से ज्यादा कोई कारगर. അവൾ കരയാൻ തുടങ്ങി. എന്നിട്ടോ ദിലോं का मेल धोने के लिए, മനസ്സിനകത്തുള്ള മാലിന്യങ്ങളെ മുക്തമാക്കാൻ, കഴുകാൻ, ആंसू से ज्यादा कोई कारगर चीज नहीं है, കണ്ണുനീരിലപ്പുറം വേറെ വസ്തുക്കളൊന്നും ഇല്ല എന്ന് അവൾക്ക് ഇതൊരു ഫിലോസഫിയാണ്. അപ്പോ അത് പറയാണ്. അപ്പൊ വെച്ചാൽ ഈ രൂപത്തിൽ അവൾക്ക് ഫീൽ ചെയ്തു, അവൾ കരയാണ്. അപ്പോ ശ്രീകണ്ഠക്കോ ദേക്കർ ആനന്ദിനെ കഹാ, ശ്രീകണ്ഠൻ ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു, ശ്രീകണ്ഠനെ കണ്ടിട്ട് ദേക്കർ ആനന്ദിനെ കഹാ, ശ്രീകണ്ഠനെ കണ്ടതിന് ശേഷം എന്ത് ചെയ്തു, ആനന്ദി ശ്രീകണ്ഠനോട് പറയണത്, ലാല ബാഹർ ഖഡേ ഹെ, ലാല എന്ത് ചെയ്യുന്നുണ്ട്, ബാഹർ പുറത്ത് നിൽക്കുന്നുണ്ട്, ബഹുത് രോ രഹി, കരയുന്നുണ്ട് എന്ന്. ശ്രീകണ്ഠൻ തുമ്മി ക്യാ കരും, ഞാൻ എന്ത് ചെയ്യണം, എന്താ ഞാൻ ചെയ്യണ്ടേ. ആനന്ദി അന്തർ ബുലാലോ, അകത്തേക്ക് വിളിച്ചോളൂ. മേരി ജുബാൻ കോ ആഗ് ദേഗേ, എന്റെ നാക്ക് പിഴച്ചു. എന്താണ്, മേനെ കഹാ സേ വോ ജഗട ഉഠായ, ഞാൻ എവിടെ നിന്നാണ് ഈ ഒരു വിഷയം എന്ത് ചെയ്ത് പൊക്കിക്കൊണ്ടുവന്നത് എന്ന്, എന്തിനാണ് ഇത്രയും താക്കണ്ടില്ലായിരുന്നു എന്ന് ഉള്ള മനസ്സാവും അവർക്ക് വരികയാണ്. എന്നെ ശ്രീകണ്ഠൻ മേ നഹി ബുലാനേക്ക, ഞാൻ വിളിക്കാനൊന്നുമില്ല എന്ന് പറയണം. ശ്രീകണ്ഠൻ ആനന്ദി പശ്ചാത്താവോगे, പശ്ചാത്തപിക്കേണ്ടി വന്നേക്കാം. ഉനെ ബഹുത് ഗലാൻ ആയി ഹെ,
उनको बहुत मुसीबत आ गई है, അവൻ അത്ര എന്താണ് അവർ നാണം കെട്ടിട്ടുള്ള അവൻ എന്ന് പറയുന്നത്, അവനാകെ ഇല്ലാതായിട്ടുണ്ട് എന്ന് പറയുന്നത്. ആ ഐസാ ന ഹോ കെ കഹി ചൽ ദേ, ഒരിക്കലും എന്താണ് അവർ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനുള്ള അവസരങ്ങൾ കൊടുക്കല്ലേ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ന ഉഠേ, സ്ത്രീകളുടെ അതിനൊന്നും എന്തില്ല, എണീറ്റില്ല. ആ इतने में लाल बहारी ने फिर कहा, अപ്പോഴേക്ക് പിന്നെ ലാൽ ബഹാരി പറഞ്ഞു, ബാബി ഭയ്യ से मेरा सलाम कह दो, ഭയ്യയോട് എന്റെ സലാം പറയണമെന്ന് പറയണേ. वो मेरा मुंह देखना नहीं चाहते, അദ്ദേഹം എന്താണ് എന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല. इसलिए मैं भी अपना मुंह उन्हें नहीं दिखाऊंगा, അതുകൊണ്ട് തന്നെ ഞാനും എന്ത് ചെയ്യുന്നില്ല, എന്റെ ഫേസ് അവൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണേ. ഇത് കേട്ട് ലാൽ ബഹാരി സിംഗ് ഇतना कहकर लौट पड़ा, ഇത്രയും പറഞ്ഞിട്ട് ലാൽ ബഹാരി സിംഗ് അവിടെ തിരിഞ്ഞു പോകാൻ നിൽക്കുകയാണ്. तेजी से बाहर के दरवाजे की तरफ जाने लगे, स्पीड എന്തിയാണ് പുറത്തെ വാതിലിലേക്ക് ഗേറ്റിലേക്ക് പോവാണ്. ഏകാएक आनंदी ने अपने कमरे से निकली, ആനന്ദി അന്നേരത്തെ ഇത് ഓടി എന്ത് ചെയ്തു, പെട്ടെന്ന് അവിടെ നിന്ന് ചെയ്തിട്ട് പുറത്തു വന്നു. എന്നിട്ടോ उनका हाथ पकड़ लिया, അവന്റെ കൈ പിടിച്ചു. ലാൽ ബഹാരി ने पीछे की तरफ ताका, ആ സമയത്ത് ലാൽ ബഹാരി ഇങ്ങനെ പിന്നോട്ട് നോക്കാണ്. താക്കന മീൻസ് ദേഖന, നോക്കി പുറത്തേക്കോട്ട് നോക്കിയപ്പോൾ എന്ത് ചെയ്തു, उनकी आंखों में आंसू भर कर बोला, അവന്റെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിട്ടുണ്ട്. അവൻ എന്ത് ചെയ്ത് കണ്ണുനീരോട് അവൻ പറയണത്, മുസ്കു ജാനേതോ, എന്നെ വിട്ടേക്ക് ഞാൻ പോട്ടെ. ആനന്ദി കഹാ ജാത്തെ ഹോ, എവിടേക്കാ പോകുന്നത്? ലാൽ ബഹാരി ജഹാ കോയി മേരാ മുഹ ന ദേഖെ, നിങ്ങൾ ആരും എന്റെ മുഖം കാണാത്തില്ല ഞാൻ പോകുന്നത് എന്ന് പറയാം. ആനന്ദി മേ ന ജാനെ ദൂങ്കി, ഞാൻ സമ്മതിക്കില്ല പോവാനെന്ന്. ലാൽ ബഹാരി മേ ലോഗോ കെ സാത്ത് രഹ്നെ കെ ഖാബിൽ നഹീ ഹൂം, ഞാൻ ഇപ്പൊ ആൾക്കാരെ കൂട്ടത്തിൽ എന്താണ്, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റാത്ത ആളായി ഞാൻ ഇപ്പൊ മാറിക്കഴിഞ്ഞു. आनंदी तुम्हें मेरी कसम अब एक कदम भी आगे न बढ़ाना, എന്താണ് ഞാൻ സത്യം ചെയ്ത് പറയാണ്, എന്താണ് ഞാൻ ഉറപ്പിച്ച് പറയണത്, നിങ്ങൾ ഇനി എന്താ ഒരു സ്റ്റെപ്പ് പോലും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്ത് മുന്നോട്ട് എടുത്തു വെക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറയണ ആനന്ദി. ലാൽ ബഹാരി जब तक मुझे ये न मालूम हो जाएगा कि भैया के दिल में मेरी तरफ से कोई तकलीफ नहीं तब तक मैं इस घर में हरगिज नहीं रहूंगा. അപ്പോ ലാൽ ബഹാരി പറയുന്നത്, ജബ് തക് മുझे ये न मालूम हो जाएगा, എനിക്ക് ഇത് അറിയാത്തടത്തോളം കാലം, എനിക്ക് ഉറപ്പ് കിട്ടാത്തടത്തോളം കാലം, ഭയ്യ കെ ദിൽ മേ, ഭായിയുടെ മനസ്സിൽ എന്താണ്, മേരി തറഫ് എന്നോട് കോയി തക്ലീഫ് നഹി ഹെ, ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് എന്താണ് എന്റെ സഹോദരൻ എന്നോട് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നത് വരെ, तब तक मैं इस घर में हरगिज न रहूंगा, അതുവരെ ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ ആളല്ല, അതിന് പറ്റിയ ആളല്ല ഞാൻ എന്ന് പറയുന്നു. ആനന്ദി मैं ईश्वर की सौगंध गाकर कहती हूँ, ഞാൻ പടച്ചവനെ സത്യം ചെയ്തിട്ട് പറയുന്നുണ്ട്, तुम्हारी तरफ से मेरे दिल में जरा भी मेल नहीं है, നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, ഞാൻ പടച്ചവനെ പറയാണ്. എന്താണ് അപ്പൊ ശ്രീകണ്ഠ ദിൽ പികല, ഇതെല്ലാം കൂടി കേട്ടപ്പോഴും ചെയ്തു, ശ്രീകണ്ഠന്റെ മനസ്സൊക്കെ ആകെ ഒന്നും പികലിനെയല്ല ഒന്ന് ഉരുകാൻ തുടങ്ങി. ഉനോനെ ബാഹർ ആക്കർ ലാൽ കോ ഗലെ ലഗാ ലിയ, ഇത് പറഞ്ഞ ശ്രീകണ്ഠന്റെ മനസ്സൊക്കെ ഒന്ന് ഉരുകി, അവൻ എന്ത് ചെയ്യാൻ ദേഷ്യമൊക്കെ ഒന്ന് പോയി, അവൻ എന്ത് ചെയ്തു പുറത്തു വന്നിട്ട് ലാൽ കോ ലാൽ ബഹാരിക്ക് എന്ത് ചെയ്തു, ഗലെ ലഗാ ലിയ, അവനെ മാറോടണച്ചു, എന്നിട്ടോ ചേർത്ത് പിടിച്ചു. ഓർ ദോനോ ഭായ് ഹോ പൂട് പൂട് കർ റോയെ, രണ്ട് സഹോദരന്മാർ എന്ത് ചെയ്തു വളരെ ഗാഠമായിട്ട് കരയാൻ തുടങ്ങി. ലാൽ ബഹാരിനെ സസക്തേ ഹുയി കഹ, അവൻ തന്നെ അവനിങ്ങനെ ഇതായിട്ട് വിഷമിച്ചുകൊണ്ട് അവൻ പറയാണ്, ഭയ്യ അബ് കബി എന്നെ കഹിന തുമാരാ മുഹന്നെ ദേഖുങ്ക, ഇനി ഒരിക്കലും പറയരുത് നിങ്ങൾ എന്ത്, നിങ്ങളുടെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയരുത്. ഉസ്കെ സിവ, അതല്ലാതെ ജോ സസ ആപ് ദേങ്കെ, നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും മേ ഖുഷി സെ ഖബൂൽ കരുങ്ക, ഞാൻ അതൊക്കെ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് സന്തോഷപൂർവ്വം എന്ന് പറയാൻ. ശ്രീകണ്ഠനെ കാന്തി ഹുയി ആവാസ് മേ കഹ, ഇത് കേട്ടപ്പോൾ ശ്രീകണ്ഠൻ എന്ത് ചെയ്തു, വിറച്ചുകൊണ്ടാൻ പറഞ്ഞത്, ലല്ലോ ഇൻ ബാതോം കോ ബിൽക്കുൽ ഭൂൽ ജാവോ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇനി ഒന്ന് മറന്നു പോകും, വിട്ടേക്കെന്ന് പറയണേ. ഈശ്വർ ചാഹേഗാ തോ അബ് ഐസി ബാതോം കാ മൗഖാ ന ആയേഗാ, പടച്ചവൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും എന്താണ്, പടച്ചവൻ കാക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും എന്തില്ല, ഇങ്ങനത്തെ അവസരങ്ങളൊന്നും ഉണ്ടാകില്ല, നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരില്ല, പറയില്ല എന്ന് പറയാം. ബേനി മാധവ് സിംഗ് ബാഹർ സെ ആ രഹി, ആ സമയത്ത് നമ്മുടെ ബീനി മാധവ് സിംഗ്, രണ്ടുപേരുടെ അച്ഛനാണല്ലോ, അയാൾ എന്ത് ചെയ്യണം, പുറത്ത് വരികയാണ് അകത്തേക്ക്.
दोनों भाइयों को गले मिलते देखकर ഈ രണ്ട് സഹോദരന്മാരെയും ഇങ്ങനെ പരസ്പരം ആലിംഗനം ചെയ്ത് കാണുമ്പോൾ उनका दिल खुश हो गए മനസ്സ് അത്യധികം സന്തോഷിച്ചു और बोल उठे പറഞ്ഞത് बड़े घर की बेटियां ऐसी ही होती है എന്താ പറഞ്ഞത് ഇങ്ങനെ വലിയ വലിയ വീട്ടിലെ വലിയ മനസ്സുള്ള വീടുകളിലെ വലിയ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഐസി ഹി ഹോതി അവരിങ്ങനെ തന്നെ ഉണ്ടാവുക എങ്ങനെ ബിഗഡ്താ ഹുവ കാം ബനാ ലേതി ഹി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെ പോലും തീർക്കുന്നവരായിരിക്കും ഇങ്ങനെ വലിയ മനസ്സുള്ള വലിയ വീട്ടിലെ സ്ത്രീകളെ എന്ന് പറയുന്നത് അങ്ങനെ ഗാവ് മേ ജിസ്നെ ഈ വാഖയ സുന നാട്ടിൽ ആരൊക്കെയോ ഈ സംഭവങ്ങൾ കേട്ടു അവരൊക്കെ എന്ത് ചെയ്തു ഇൻ അൽഫാസ് മേ ആനന്ദിക്ക് ഫയ്യാസി അവരൊക്കെ ആനന്ദിയുടെ ഈ വലിയ മനസ്സിന്റെ സപ്പോർട്ട് ചെയ്ത് വലിയ മനസ്സിനെ പ്രശംസിച്ചു ഓ ബഡേ ഘർ കി ബേട്ടിയാ ഐസി ഹോതി എല്ലാവരും പറയാൻ തുടങ്ങുന്നത് ബഡേ ഘർ കി ബേട്ടിയാ ഐസി ഹി ഹോതി വലിയ മനസ്സുള്ള സ്ത്രീകളെ വലിയ മനസ്സുള്ള വീടുകളിലെ സ്ത്രീകളെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് അപ്പൊ ഇത്രയാണ് ഈ അഫ്സാനയിലുള്ളത് അപ്പൊ ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജ് നൽകുന്ന ഒരു അഫ്സാനയാണ് പ്രേംചന്ദിന്റെ പ്രധാനപ്പെട്ട അഫ്സാനയാണിത്